എത്രമാത്രം വേദനയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് നൽകുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം. വളരെ വേഗത്തിൽ എല്ലാവരും കുരുന്നുകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലപരിമിതിയുണ്ട്, സമയപരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടവർ വേഗത്തിൽ മാറി മാറി കാണാത്തവർക്കായി നൽകുവാൻ അവസരം കൊടുക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദേശീയപാതയുടെ ഒരു വശത്ത് ആളുകളുടെ വരി നീണ്ടു കിടക്കുകയാണ്. മഴയുണ്ട്, ചാറ്റൽ മഴയുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവർ ആ കുരുന്നുകൾക്ക് യാത്രാമൊഴി നൽകുവാൻ കരിമ്പനിക്കൽ ഹാളിൽ കാത്തു നിൽക്കുകയാണ്. പ്രായമായവരും സഹപാഠികളുമായവരും കുട്ടികളും കൂട്ടുകാരും നാട്ടുകാരും മറുനാട്ടുകാരും അവരെ ഒരിക്കൽ പോലും കാണാത്തവരും അവർക്കൊപ്പം ഉണ്ടായിരുന്നവരും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള തലങ്ങളിലുള്ള ആളുകളുടെ പ്രവാഹമാണ് കരിമ്പനിക്കൽ ഹാളിലേക്ക് നമുക്ക് കാണാനാകുന്നത്. ഈ നാടിനൊപ്പം ആകാശവും ഏങ്ങലടിക്കുകയാണെന്ന് തോന്നും ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ. ചാറ്റൽ മഴ വിലാപയാത്രയിൽ എത്തുന്ന ആളുകളുടെ മനസ്സുപോലെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ണീർ പോലെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത യാത്ര അവർ ആരംഭിച്ചിരിക്കുന്നു. ഈ നാടിൻ്റെ നൂറുന്ന ഓർമ്മകളായി ഈ 4 മാലാഖമാർ മാറുകയാണ്. കണ്ടു കൊതു തീരാതെ മിണ്ടി മതിയാകാതെ ആ മാലാഖമാരോട് അവരുടെ കുടുംബവും യാത്ര പറയുകയാണ്. എത്രയെത്ര സ്വപ്നങ്ങളായിരിക്കും ഈ കുരുന്നുങ്ങളെ ഓർത്ത് അവർ നെയ്തിരിക്കുക. എത്രയെത്ര മോഹങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. എത്രയെത്ര പ്രതീക്ഷകളായിരിക്കും. പക്ഷേ ഒന്നും ഇനിയില്ല. ഇനി ആ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഇനി യാഥാർത്ഥ്യമാകില്ലെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അത് നൽകുന്ന ഒരു വേദന, അത് നൽകുന്ന തീവ്രമായ ഒരു വികാരം, അതൊന്നും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നതല്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ അച്ഛനും അമ്മയും ഒക്കെ അവരെ ഓർത്ത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ നെയ്തുകൂട്ടും. പക്ഷേ പാതി വഴി പോലും ആകുന്നതിന് മുൻപ് അവർ വിട പറയുമ്പോൾ, അവർ തിരിച്ചു വരാത്ത രീതിയിൽ യാത്രയാകുമ്പോൾ അതിനേക്കാൾ വലിയ വേദന മറ്റൊന്നും രക്ഷിതാക്കൾക്കില്ല. കാരണം ജീവിതകാലം മുഴുവൻ താങ്ങും തണലുമാകേണ്ടവർ ജീവിതകാലം മുഴുവൻ പ്രതീക്ഷകളുമായി വളർന്നവരൊക്കെയാണ് അവരുടെ യാത്ര തുടങ്ങും മുൻപേ തിരിച്ചു പോയിരിക്കുന്നത്. ഇതുവരെ അവർ ആ കുടുംബങ്ങളുടെ മാത്രം മക്കളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവർ ഈ നാടിൻ്റെ മക്കളായി മാറിയിരിക്കുകയാണ്. ഈ നാടിലെ ഓരോ കുടുംബവും അവരെ ഓർത്ത് വേദനിക്കുകയാണ്.
അവരുടെ സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തമെന്ന രീതിയിൽ അവരെ ഓർത്ത് ഏങ്ങലടിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്, നൊമ്പരം ഉള്ളിലൊതുക്കുകയാണ്. ആ കുടുംബത്തിനൊപ്പം നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് നഷ്ടമായത് ഒരിക്കലും തിരിച്ചു കൊടുക്കാനാകില്ലെങ്കിലും അവർക്കൊപ്പം എല്ലാവരും ഉണ്ടെന്ന ഒരു ആശ്വാസവാക്ക് നൽകാൻ മാത്രമാണ് നമുക്കെല്ലാം ഇപ്പോൾ കഴിയുകയുള്ളൂ. കാരണം മരണം വരെ മറക്കാനാകില്ല ഈ ഓർമ്മകൾ. അത്രമാത്രം ഹൃദയഭേദകമാവുകയാണ് ഈ കാഴ്ചകളും. ഉള്ളിലിപ്പോഴും വലിഞ്ഞു മുറുകുന്നത് ആയിഷയുടെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ച കൂട്ടുകാരിയുടെ മുഖവും ശബ്ദവുമാണ്. ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ മന്ത്രി എം പി രാജേഷും കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരത്തെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. എം പി രാജേഷ് കളക്ടർക്കൊപ്പം മൃതദേഹങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തിരക്കാണ്. അനുനിമിഷം തിരക്ക് കൂടിക്കൂടി വരികയുമാണ്. പരിമിതമായ സമയം മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്നതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇവിടെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ പൊതുദർശനം. 10 മണിവരെയാണ് പൊതുദർശനത്തിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ ഏറെ വൈകാനും കഴിയില്ല ചടങ്ങുകൾ പൂർത്തീകരിക്കുവാൻ എന്നുള്ളതുകൊണ്ട് സമയക്രമം കൃത്യമായി പാലിക്കുവാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഒരു നോക്ക് കണ്ട് ആ കുഞ്ഞുങ്ങളോട് വിട ചൊല്ലി നാടൊന്നാകെ ഒഴുകി നീങ്ങുകയാണ് ഇവിടെ.